A+2 സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലപ്പോഴും ഇവരിൽ മഹാഭൂരിപക്ഷത്തിനും വളരെ നിരാശയോടുകൂടി മടങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. കാരണം പലപ്പോഴും സെർവറിൻ്റെ കേടുപാടുകൾ കാരണം ഇവർക്ക് ക്ഷേമനിധി ബോർഡുകാർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കും യഥാസമയം മസ്റ്ററിംഗ് നടത്താൻ കഴിയാതെ വരുന്നു. അത് കാരണം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് തന്നെ പലർക്കും മുടങ്ങിക്കിടക്കുകയാണ്. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചവർക്കാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടി വരുന്നത്. ഇതിൻ്റെ അവസാന തീയതി അടുത്ത മാസം 24 വരെയാണ്. ഇത് കാരണം ചിലപ്പോൾ, അതായത് സാങ്കേതിക തകരാർ കാരണം പലവട്ടം ഈ മസ്റ്ററിംഗ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് കാരണം ചിലപ്പോൾ ഈ തീയതി നീട്ടിവച്ചേക്കാം. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ച് തീരുമാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാത്തിരിക്കാതെ ഇതുവരെ മസ്റ്ററിംഗ് നടത്താത്തവർ അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് നടത്തുകയാണ് വേണ്ടത്. പക്ഷേ തിരക്ക് കൂട്ടേണ്ട, ഓഗസ്റ്റ് 24 വരെ സമയമുണ്ട്. വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ വാങ്ങുന്നവരാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടത്. ഇതുകൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. സെർവറിൻ്റെ തകരാറാണ് അക്ഷയ കേന്ദ്രങ്ങൾ പറയുന്നത്. 2 ദിവസത്തേക്ക് ഈ സെർവറിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പല സന്നദ്ധ സംഘടനകളും ഈ മസ്റ്ററിങ്ങിന് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഈ മസ്റ്ററിങ്ങിൽ വന്ന സാങ്കേതിക തകരാറ് കാരണം ക്യാമ്പുകളും യഥാവധി നടക്കാതെ വന്നു. ഇത് ബോധപൂർവമായ ഒരു വീഴ്ചയാണോ എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. കാരണം മസ്റ്ററിംഗ് നടത്താത്ത പക്ഷം ഈ ക്ഷേമ പെൻഷൻ വിതരണം നടക്കാതെ വരും. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ വളരെ വൈകി ഈ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്താൽ മതി എന്നുള്ള ഒരു ഉപരിപ്ലവമായ ഒരു തീരുമാനവും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. മഴ പോലും അവഗണിച്ചു പോകുന്നവർക്കാണ് ഇപ്പോൾ ഈ അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആകെ ഇതുവരെ നടന്നിട്ടുള്ള മസ്റ്ററിങ്ങിൻ്റെ കണക്ക് 28.98% മാത്രമാണ്. 62,65,754 പേരാണ് ഈ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ ഉൾപ്പെടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ. സാമൂഹിക പെൻഷൻ 18,15,715 പേർ മാത്രമാണ് പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ക്ഷേമനിധി ബോർഡുകൾ 32 എണ്ണമുണ്ട്. ഇതിൽ 14,649 പേർക്ക് മസ്റ്ററിംഗ് നടത്താൻ കഴിഞ്ഞില്ലെന്നും അതിൽ 438 പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് നടത്തി എന്നുള്ളതുമാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇപ്പോൾ ലഭിക്കാനുള്ളത് 5 മാസത്തെ പെൻഷനാണ്. അതായത് 1,600 രൂപ വെച്ച് 5 മാസത്തെ പെൻഷനാകുമ്പോൾ 8,000 രൂപ ഓരോ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്കും അതുപോലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ലഭിക്കാനുണ്ട്. മരുന്ന് വാങ്ങാനും റേഷനും വേണ്ടി ഉപയോഗിക്കേണ്ട ഈ പണമാണ് യഥാവിധി എല്ലാ മാസവും ലഭിക്കാത്തത് കാരണം ബുദ്ധിമുട്ടായി പോകുന്നത്. മറ്റൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ മസ്റ്ററിങ്ങിനു വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ നൽകേണ്ട ഫീസ് 30 രൂപയാണ് ഒരു മസ്റ്ററിങ്ങിന്. എന്നാൽ ക്ഷേമ പെൻഷൻ, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിങ്ങനെ 2 പെൻഷൻ വാങ്ങുന്നവർ 2 മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ 60 രൂപയാണ് അടയ്ക്കാൻ ഉള്ളത്. ചില ആളുകൾക്കുള്ള ഒരു സംശയം, ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നത് കാരണം അവിടെ മസ്റ്ററിംഗ് അതിനായി നടത്തുന്നുണ്ട്. അതുകൂടാതെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി വേറെ മസ്റ്ററിംഗ് നടത്തണോ എന്നുള്ളതാണ്. ഇത് രണ്ടും 2 മസ്റ്ററിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. രണ്ടിനും രണ്ടായി തന്നെ മസ്റ്ററിംഗ് നടത്തണം. അങ്ങനെയുള്ളവർ 60 രൂപയുടെ ഫീസും നൽകാനുണ്ട്.
എന്തായാലും വൈകാതെ ഈ സാങ്കേതിക തകരാർ പരിഹരിക്കും എന്നാണ് സർക്കാർ പറയുന്നത്. നമുക്ക് ആ വാക്കുകളെ വിശ്വസിക്കാം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ നമുക്ക് നിവർത്തിയുള്ളൂ. എന്തായാലും ക്ഷേമനിധി പെൻഷൻ സംബന്ധിച്ചും അതേപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ചും ഉള്ള അപ്ഡേറ്റ് വാർത്തകൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.